മുട്ടയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബീഫ് ബിരിയാണി നമ്മൾ ഈ ചാനലിലൂടെ കാണിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും കേട്ടോ. ബീഫിൻ്റെ കറികളും റെസിപ്പീസും കാണിച്ചിട്ടുണ്ടെങ്കിലും ബീഫ് ബിരിയാണി ഇത് ഞാൻ ആദ്യം കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ തന്നെ നമ്മൾ ബീഫാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് തന്നെ തൈരും മസാലകളും എല്ലാം പുരട്ടി നമ്മൾ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ നമ്മൾ ബിരിയാണിക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് കോരിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കലത്തിലാണ് ചോറ് വേവിക്കാൻ പോകുന്നത്. അതിനകത്ത് സ്പൈസസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാരങ്ങാനീരും ഉപ്പും എല്ലാം കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയാണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ 1 മണിക്കൂർ മുമ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ വെള്ളം ആവരുത് കേട്ടോ. പിന്നെ ദാണ്ടെ നമ്മളൊരു പാത്രം വെച്ചതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് സത്യത്തിൽ തക്കാളി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാണ്ടെ പൊടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇത് വേവിച്ച് വെച്ച ബീഫും പിന്നെ അതിൻ്റെ ആ വെള്ളവും കൂടി നമ്മൾ ഒന്ന് ഒഴിച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ കുറുകി മതിയല്ലോ നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറി ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ 2 ലെയറായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചത് കുറച്ച് സൺഫ്ലവർ ഓയിലും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയതാണ്. നമുക്ക് ബിരിയാണിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ലെയർ നമ്മൾ കുറച്ച് കറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നെയ്യും അതേപോലെ നമ്മൾ ചൂടാക്കി വെച്ചതും കുറച്ച് പനിനീരും കുറച്ച് എസൻസും നമ്മൾ അങ്ങോട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം അടുത്ത ലെയറിനുള്ള കുറച്ച് കറിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നീട് ബാക്കി വന്ന ചോറും കൂടി നമ്മൾ അതിൻ്റെ പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കിലോ ബീഫും 1 കിലോ അരിയാണ് ഇത്. അപ്പം മൊത്തത്തിൽ നമ്മൾ ആ ഒരു പാത്രം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് മുകളിലേക്ക് നമ്മൾ അലങ്കോലപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളായിരുന്നു ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് കുറച്ച് ബീഫ് ബിരിയാണി വെച്ചതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.